പഹൽഗാമിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടം ഇന്ത്യ അതിന് മറുപടി കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. ഏപ്രിൽ 22-ന് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടത് 26 ജീവനുകളാണ്. അതിന് ഇന്ത്യ തിരിച്ചടിച്ചപ്പോ ഭീകരരുടെ കുടുംബം അടക്കം തേഞ്ഞുമാഞ്ഞു പോയി പാകിസ്ഥാനിൽ നിന്ന്. പക്ഷെ ഒരു ഭീകരൻ ഇപ്പോഴും പുറത്തുണ്ട്. തിരിച്ചടി തരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹമല്ല, മസൂദ് അസർ. എന്താണ് തോന്നുന്നത്? പാകിസ്ഥാൻ ഇനിയും ഒന്നെങ്കിൽ പേടിച്ച് മാളത്തിൽ ഒളിക്കും, അതല്ലെങ്കിൽ തിരിച്ചടിക്കും. ഗൗതമിന് എന്താ തോന്നുന്നത്? തിരിച്ചടിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി, പാകിസ്ഥാൻ നടത്തുന്നത് വെറും ഒരു നെകളിപ്പ് മാത്രമാണ്, ഭീരുത്വം മാത്രമാണ്, അതായത് ആണവായുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ശക്തി, സൈനിക പ്രതിരോധ ശക്തി, ഇതിനെയൊന്നും പാകിസ്ഥാൻ വില കുറച്ച് കാണാൻ പാടില്ല എന്ന് അവർക്ക് ചരിത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതേ അബദ്ധം അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയുടെ ഈ അതിഗംഭീരമായിട്ടുള്ള ഈ തിരിച്ചടി എന്ന് പറയുന്നത്. ഇതിന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ആ പേരിടാൻ കാണിച്ച ആ ഒരു ബുദ്ധിക്കാണ് ഏറ്റവും ആദ്യത്തെ കയ്യടി കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഹിമാൻഷി നർവാലിന്റെ നെറ്റിയിൽ മാഞ്ഞ കുങ്കുമത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുണ്ട്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ, അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയുടെ വിവിധ ഇടങ്ങളിൽ 9 ഇടങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. അതായത് പ്രത്യേകിച്ചും ഈ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പ്രധാന താവളം അല്ലെങ്കിൽ തറവാട് എന്നറിയപ്പെടുന്ന ഈ മർക്കസ് സുബാനല്ല, അതാണിപ്പം വാർത്തകളിൽ മുഴുവൻ നിരന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ്. അതായത് അവിടെ എങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ, ഇയാൾ ഇന്ത്യക്ക് കുറേ കാലമായിട്ട് തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ടവരാണ്. അതായത് 94-ലൊക്കെ ഈ കശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയും പിന്നീട് അറസ്റ്റിലാവുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പല രീതിയിലുള്ള തീവ്രവാദികളുടെ പ്രക്ഷോഭങ്ങളും ആവശ്യപ്പെടലുകളൊക്കെ ഉണ്ടായി. അങ്ങനെ 1999-ലാണ് ഈ നേപ്പാളിലെ കാത്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക്, കാണ്ഡഹാറിലേക്ക്. അപ്പൊ അവര് ആവശ്യപ്പെട്ടത് ഈ അസറിനെ മോചിപ്പിക്കണമെന്നാണ്. അങ്ങനെ ഇന്ത്യക്ക് അവസാനം അതിൻ്റെ ഒരു പ്രഷർ, അവരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഈ അസറിനെ മോചിപ്പിക്കേണ്ടി വന്നു. അതിനെ അന്ന് നമ്മുടെ അജിത് ഡോവൽ വിലയിരുത്തിയത് ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ, ഒരു പരാജയമായിരുന്നു എന്നാണ് അന്ന് അജിത് ഡോവൽ അതിനെ വിലയിരുത്തിയിട്ടുണ്ടായത്. ഈ മോചനത്തിന് ശേഷം അസർ പാകിസ്ഥാനിൽ പോവുകയും അവിടെ 1000-ഓളം ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുസ്ലിങ്ങൾ ഒരിക്കലും ശാന്തരാകരുത്, ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെയും ശാന്തതയോടും കൂടി കഴിയാൻ പാടില്ല എന്ന ഒരു ഭീകരവാദ സന്ദേശം ആ മനസ്സുകളിലേക്ക് വിതച്ച ഒരാളാണ് ഈ വൃത്തികെട്ടവനായിട്ടുള്ള അസർ എന്ന് പറയുന്നത്. ആ അസറിന്റെ തറവാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ മർക്കസ് സുബാനുള്ള. ആ സ്ഥലത്ത് കൃത്യമായിട്ടും ഇന്ത്യൻ മിസൈലുകൾ ഇരച്ച് പാഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കും 1:30ക്കും ഇടയിൽ 25 മിനിറ്റ് നീളുന്ന ഒരു ആക്രമണമായിരുന്നു നമ്മുടെ ധീരരായിട്ടുള്ള സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നമുക്കൊക്കെ ഒരു ആത്മവിശ്വാസം നൽകുന്ന, ഭയങ്കരമായിട്ടുള്ള ഇന്ത്യയുടെ കരുത്തിന്മേൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള തിരിച്ചടി. ഈ തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പം എല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഇപ്പം ഇതിനൊപ്പം നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മളെ മോഹൻലാലൊക്കെ ഇപ്പം ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഈ എമ്പുരാനിൽ അഭിനയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കുകയും അദ്ദേഹം ഭീകരവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ കുറിച്ചിരിക്കുന്നത്, സിന്ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാരമ്പര്യം മാത്രമല്ല, അതൊരു ദൃഢനിശ്ചയത്തിന്റെ അടയാളം കൂടിയാണെന്നാണ് മോഹൻലാൽ അതിൽ കുറിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ടും ആ സന്ദേശമാണ്, ആ
ആ സന്ദേശം നൽകാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിച്ചു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അതിർത്തി മേഖലയിൽ ഈ വെടിനിർത്തൽ കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ കൃത്യമായിട്ട് പ്രകോപനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ പോസ്റ്റുകൾ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും 12 ദിവസങ്ങളോളം വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. അപ്പോഴൊന്നും കൃത്യമായിട്ട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഏറ്റവും ഇന്ത്യയുടെ ആയുധം എന്ന് പറയുന്നത് ജലയുദ്ധമായിരുന്നു. ഏറ്റവും വലിയ സിന്ധു നദി ജല കരാറ് മർദ്ദിപ്പിച്ചുകൊണ്ട്, നദിയുടെ നീരൊഴുക്ക് തടഞ്ഞുകൊണ്ട്, ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാനെ മുക്കിക്കൊല്ലാനുള്ള അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായ. ഇപ്പം എല്ലാവരും ആഗ്രഹിച്ച എപ്പം വരും തിരിച്ചടി എന്ന് ഏവരും ആഗ്രഹിച്ച ആ ഒരു ഗംഭീര തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പറയേണ്ട ഒരു കാര്യം, പാകിസ്ഥാനിലെ ഒരു സാധാരണ മനുഷ്യരും കൊല്ലപ്പെടുന്നില്ല, സിവിലിയൻസിൽ നിന്നും ഒന്നും പറ്റുന്നില്ല എന്ന് കൃത്യമായിട്ടും ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു അറ്റാക്കിന് ഇന്ത്യ മുതിർന്നത് എന്നത് നമ്മൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞൊരു കാര്യം നേരത്തെ, നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അളക്കപ്പെട്ടതും സ്വഭാവത്തിൽ വ്യാപനം ഉണ്ടാകാത്തതുമാണ്. പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും ഇന്ത്യ ഗണ്യമായ സംയമനം പാലിച്ചു എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നേരത്തെ ഇറക്കിയ പത്രക്കുറിപ്പിലൊക്കെ പറയുന്നുണ്ടായ. അതിന് ശേഷം ഇപ്പം ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും അതോടൊപ്പം തന്നെ കേണൽ സോഫിയ ഖുറേഷി, പിന്നെ വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ്, ഇവരുടെ നേതൃത്വത്തിൽ എന്താണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞു. അപ്പൊ അതിന്റെ പുറകിൽ ഈ രണ്ട് വനിതകളെ ഇരുത്തിക്കൊണ്ട് നടുക്ക് ഈ വിക്രം മിശ്രനെ ഇരുത്തിക്കൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന്. അപ്പൊ കൃത്യമായിട്ട് ഇന്ത്യ നൽകുന്ന സന്ദേശങ്ങളാണ് പല രീതിയിൽ ഈ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സ്ട്രാറ്റജിക്കലി ഇന്ത്യ അത് പ്ലാൻ ചെയ്തതും ഇന്ത്യ അതിനെ എക്സിക്യൂട്ട് ചെയ്തതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് മാത്രമേ നമുക്കിപ്പോൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഉപയോഗിച്ച മിസൈലിനെ കുറിച്ച്. തീർച്ചയായിട്ടും സ്കാൽപ് സ്ട്രോം ഷാഡോസ് ക്രൂയിസ് മിസൈൽ ഭയങ്കര കൃത്യതയുള്ളതും പ്രഹരശക്തി കൂടുതലായിട്ടുള്ള സാധനമാണത്. 250 മുതൽ 300 കിലോമീറ്റർ ദൂരത്തേക്ക് എത്തി സ്ഫോടനം നടത്താൻ കഴിയും. അതായത് 30 മീറ്ററോളം തുളഞ്ഞു കയറിയിട്ടാണ് ഇത് പ്രഹരിക്കുകയും ചെയ്യാം. അതായത് അത്രയും ആഴ്ചയിൽ, അതായത് ബങ്കറുകളും ടെന്റ് മറ്റങ്ങനെ എന്തുണ്ടെങ്കിലും അത് തകർത്ത് ഭൂമിയിൽ തുളച്ചു കയറി ആക്രമിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇത്. അത് 5 മീറ്റർ നീളവും 45 സെന്റിമീറ്റർ വ്യാസവും 3 മീറ്ററാണ് അതിന്റെ ചിറകിന് പോലുള്ള ലെങ്ത് എന്ന് പറയുന്നത്. അതിന്റെ മൊത്തം വെയിറ്റ് 1300 കിലോഗ്രാം ആണ്. അതിൽ നിറയ്ക്കുന്ന സ്ഫോടക വസ്തു 450 കിലോഗ്രാം ആണ്. അതായത് തെർമോ ക്യാമറ, അതിനൊരു പേരുണ്ട്, തെർമൽ ക്യാമറ പ്രോഗ്രാം ചെയ്തുകൊണ്ട് പോകുന്ന വിഷ്വൽസ് വരെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രദേശത്തിന്റെ വിഷ്വൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ലക്ഷ്യം, അതെ, റിമോട്ട് ഓപ്പറേറ്റഡ്, ആ ലക്ഷ്യം ഉറപ്പാക്കിയിട്ട് സ്ഫോടനം സംവിധാനമാണ്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് ഇന്ത്യക്ക് സംഭവിച്ചിട്ടില്ല. ഇതില് സ്കാൽപ് ക്രൂയിസ് മിസൈൽ മാത്രമല്ല, ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സ്, അതോടൊപ്പം തന്നെ അഡ്വാൻസ് ലോയിട്രി മുൻഷൻസ് എന്ന് പറയുന്ന തുടങ്ങിയ ആയുധങ്ങൾ, റഫേൽ വിമാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ റഫേൽ വിമാനത്തിലാണ് ഈ മിസൈൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും, അതായത് ഈ മിസൈലിന്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ കൂടുതലും ഫ്രഞ്ചുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും ഇന്ത്യ കരസ്ഥമാക്കിയ വാങ്ങിച്ചിട്ടുള്ള അവരുടെ സഹകരണത്തോടു കൂടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മിസൈലുകളാണ്, ആയുധങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻഡോ ഫ്രഞ്ച് ഒരു മിലിറ്ററി ഡീലിന്റെ ഒക്കെ എത്രമാത്രം അടുപ്പം അവർ തമ്മിൽ ഉണ്ട് എന്നത് കാണിക്കുന്നത് കൂടിയാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചാലും പാകിസ്ഥാൻ ഒരു ഭീകരനെ അവിടെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. മസൂദ് അസറിനൊന്നും പറ്റിയിട്ടില്ല. കുടുംബത്തെ തുടച്ചു നീക്കിയതിന്, അല്ലെങ്കിൽ കൂട്ടാളികളായ 4 പേര്, അതായത് 10 കുടുംബാംഗങ്ങളും 4 കൂട്ടാളികളുമാണ് മസൂദ് അസറിന്
നഷ്ടപ്പെട്ടത്. മസൂദ് അസറിന്റെ 14 കുടുംബങ്ങള് 14 കുടുംബാംഗങ്ങള് മരണപ്പെട്ടു എന്നാണ് ഇപ്പോ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീട് പോലും ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. ആദ്യം സഹോദരിയുടെ കാര്യമാണ് ആദ്യം, പിന്നെയാണ് ഭർത്താവും, പിന്നീടാണ് ഇങ്ങോട്ട് ഇത്രയും പേര് അതിൽ അകപ്പെട്ടിരുന്നു, മരണപ്പെട്ടു എന്നുള്ള, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മസൂദ് അസർ തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. അത് തിരിച്ചടിക്കുമ്പോൾ ഇന്ത്യ അതിനനുസരിച്ച് തിരിച്ചടി കൊടുക്കുമെന്നുള്ള. ഇത് മസൂദ് അസർ തിരിച്ചടിക്കുമെന്നാണ് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തിരിച്ചടിക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ഒന്നും നിലവിൽ ഇന്ത്യയെ തൊടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഇപ്പം തന്നെ അവരുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ പേടിച്ചിരിക്കുകയാണ്, അതായത് പേടിച്ച് വിരണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ സംഘർഷം ഒന്ന് അയവ് വരുത്തുകയാണെങ്കിൽ ഞങ്ങളുടേതായ രീതിയിലുള്ള അയവ് വരുത്താം എന്നൊക്കെയാണ് ഈ പ്രതിരോധ മന്ത്രിയൊക്കെ ഇപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല തിരിച്ചടിക്കാനുള്ള ആഹ്വാനം സർക്കാർ സൈന്യത്തിന് നൽകിയിരിക്കുന്നു എന്നും കൂടി ഇപ്പം കേൾക്കുന്നുണ്ട്. അപ്പം തിരിച്ചടി കൃത്യമായിട്ടും പല രീതിയിൽ അവര് നടത്തുമെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി, സംവിധാനം, ശേഷി, കരുത്ത്, ആത്മവിശ്വാസം എല്ലാം നിലവിൽ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ പേടിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. എല്ലാ ശ്രദ്ധയോടും കൂടിയിട്ടും പരിപാലനത്തോടും കൂടിയിട്ടാണ് സർക്കാർ ഇതിനെയൊക്കെ മുഴുവൻ നിയന്ത്രണ വിധേയമാക്കി നിർത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 1971 ശേഷമാണ് നമ്മൾ ഈ മോക്ക് ഡ്രിൽ പോലുള്ള സംവിധാനങ്ങളൊക്കെ കാണുന്നത്. അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു നമ്മുടെ സർക്കാർ ഇതിൽ. ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാതിരിക്കലല്ല, തിരിച്ചടിയാണ് കൃത്യമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നുകൂടി ഇതിൽ നമുക്ക് വ്യക്തമാവുകയാണ്. യുദ്ധം വേണ്ട, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നരേന്ദ്രമോദിയുടെ എന്തോ വലിയ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ അക്രമി വളരെ നമ്മളെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വായും പൊളിച്ചും ഉണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സന്ദേശം കൃത്യമായിട്ടും മോദി സർക്കാർ നൽകുകയാണ്.